മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ വിശ്വനാഥൻ പറയാണ്, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായി ക്ഷാമമുണ്ടാകുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സെറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും രോഷാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഒരു വിധവയുടെ അടുത്തേക്കും ഒരു കുഷ്ഠരോഗിയുടെ അടുത്തേക്കും മാത്രമാണ് ദൈവം തന്റെ ദൂതനെ അയക്കുന്നത്. അനേകം വിധവകൾ ഉണ്ടായിരുന്നു, അനേകം കുഷ്ഠരോഗികളും ഉണ്ടായിരുന്നു. ആർക്കാണോ ദൈവത്തിന് ആവശ്യം അവർക്കാണ് ദൈവം തന്റെ സമീപം കൊടുക്കുന്നത്. അവരുടെ അരികിലേക്ക് ദൈവം ഇറങ്ങിച്ചെല്ലുന്നത്, അവരെയാണ് ദൈവം തൊടുന്നത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തെ ആവശ്യമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ദൈവത്തെ നിനക്ക് ആവശ്യമുണ്ടോ? നിന്റെ വഴികളിൽ ദൈവത്തെ നിനക്ക് ആവശ്യമുണ്ടോ? നിനക്കാവശ്യമുണ്ടെങ്കിൽ നീ വിചാരിക്കണം, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരും. നീ വിചാരിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വരും. ദൈവം അതിന് തയ്യാറാണ്. പക്ഷെ നീ വിചാരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾ കിട്ടാത്തതിന്റെ കാരണം നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ? ദൈവം അവിടത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് തരട്ടെ, നല്ലതാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പക്ഷേ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് അവിടുത്തെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിരന്തരമായിട്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കണ്ണുനീരൊഴുക്കി നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം അത്ര വലുതാണ്, നമ്മുടെ ഇൻവോൾവ്മെന്റ് അത്രമാത്രം, നമ്മുടെ ആത്മാവ് അതിൽ അങ്ങോട്ട് ഉൾച്ചേരും. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിക്കേ. എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ അരൂപിയിൽ നമ്മൾ നടക്കണം. നിരന്തരമായ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കുണ്ടായിരിക്കും. നിരന്തരമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് വരും. ആർക്കാണോ ആവശ്യം അവരുടെ ജീവിതത്തിലേക്ക് ദൈവം വരും. നീ ആവശ്യമാണെന്ന് നിന്റെ ആവശ്യങ്ങൾ ദൈവത്തിന് മുൻപിൽ നീ ഏറ്റുപറയണം. അതുപോലെ തന്നെ ഇതിന്റെ 2-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് എന്താ? കർത്താവ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ചിലർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിനെ കൊല്ലാനായിട്ട് തുടങ്ങുക. ദൈവത്തിന്റെ വചനം പലർക്കും ദഹിക്കുകയാണ്. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വചനം പാലിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ്. പക്ഷെ അത് മനസ്സ് വയ്ക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളിൽ ചിലരെങ്കിലും എതിര് നിൽക്കുന്നത്. ദൈവവചനത്തിനെതിരെ ചിലരൊക്കെ വരുന്നതിന്റെ കാരണം എന്താ? അത് സ്വീകരിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? ഈ വചനത്തെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശോധിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്ന ഈശോയെ വിളിച്ച്, കരങ്ങളെ യാചനയോടെ വിളിച്ച് ഈ ദിവസം മുഴുവനും ഈശോയെ കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് അങ്ങിറങ്ങിച്ചെന്നവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുഷ്ടാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു.
അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ദിവസം മുഴുവൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.